നമ്മൾ പൊക്കാറയിൽ സൺറൈസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. നമ്മൾ മുന്നിൽ കാണുന്ന ആ മലയുടെ മുകളിൽ ടോപ്പിൽ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, മൊത്തത്തിൽ പൊക്കാറൊക്കെ ഉണർന്നു വരുന്നുള്ളൂ. പക്ഷെ ആ മുന്നിൽ കാണുന്ന മലനിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അതിന് മുകളിലൊക്കെ ഐസ് വീണ് കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ കിട്ടുള്ളൂ. ആ അടുത്തേക്കൊന്നും നമ്മൾ പോവില്ല, കുറേ ദൂരെയാണത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാം. ആ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുണ്ട്, ഐസ് വീണ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാരംഗുട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ നിന്നാണ് നമ്മൾ പൊതുവെ സൺറൈസ് കാണുന്ന ഒരു നല്ല പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളും താമസ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് അവിടെ ദൂരെ ചന്ദ്രനെ നമുക്ക് ഇവിടുന്ന് കാണാനുണ്ട്. ചന്ദ്രൻ ഫുൾ മൂണായിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ ആകാശത്ത് കാണാം. നമ്മൾ കറക്റ്റ് കയറിയിട്ട് ഒരു മുകളിൽ പോയി കഴിഞ്ഞാൽ സൺറൈസ് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോണത്. അപ്പോൾ നല്ലൊരു കുന്നാട്ടോ കയറി വന്നത്. അത്യാവശ്യം ഹൈറ്റാണ്, ഇവിടുത്തെ ഒരു കുന്നാണ് വലിയ. അമ്മച്ചി അങ്ങനെ നമ്മൾ സാരംഗോട്ട് എത്തിയിട്ടോ. ഇത് ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ടൗണിൽ നിന്ന് ഒരുപാട് കയറി വരണം. ഒരുപാട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും വ്യൂ കിട്ടും. കാരണം ഇവിടെ കുറേ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നടന്നിട്ടൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടേക്ക് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഏകദേശം ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ മലയുടെ മുകളിൽ നമുക്ക് ഒരു കളറ് കാണാലോ, ഒരു ലൈറ്റ്. എല്ലാ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ടോപ്പിലൊക്കെ ആൾക്കാർ കയറി നമുക്ക് ഇവിടുന്ന് കാണാം. അതെ അതെ. ഇന്ന് പോയൊക്കെ മുകളിലേക്ക് പോയി ആള് വരില്ല. നമ്മുടെ മുന്നിലുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കണ്ട ആൾക്കാരൊക്കെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാലും കാണാം. കണ്ട ഐസ് മലയുടെ മുകളിലൊരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ വരുന്നത്. കുറച്ചുകൂടെ മുകളിലേക്ക് കയറാം. നമ്മളെല്ലാവരും ഉണ്ട്. ഇതിന് മുകളിലേക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുകളിൽ ഇനിയുണ്ട് കേട്ടോ. അവിടെ ദൂരെ നിന്ന് കാണാനുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഏകദേശം സൺറൈസ് ഫുള്ളായിട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറുകയാണ്. ഇവിടെ വ്യൂ പോയിന്റുകളുണ്ട്. ഇവിടെയൊക്കെ ആളുകൾ സൺറൈസ് കാണാൻ വേണ്ടി നിരന്നിരിക്കുന്നതാണ്. നമുക്ക് സൺറൈസിൻ്റെ കൂട്ടത്തിൽ ഇവിടെ താഴെ പൊക്കാറ ടൗണും കാണാട്ടോ. മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. കണ്ടോ താഴെ പൊക്കാറ ടൗണ്. ഇതിപ്പോൾ ഹിമാലയത്തിൻ്റെ അന്നപൂർണ റേഞ്ചിലേക്കുള്ള സൺറൈസ് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. ആ സൈഡിലൊക്കെ ഇങ്ങനെ സൂര്യൻ ഒഴിച്ചു വന്നിട്ട് കളർ കണ്ട പെട്ടെന്ന് മാറുന്നു. ഹലോ നടക്കോ ശരി ഷെയർ ചെയ്തോ. നല്ല ഫോട്ടോ ആണെങ്കിൽ ഷെയർ ചെയ്യാം. ഓണായി പോയി കൊതിപ്പിച്ചു ഓണായി ഒന്ന് അതേമാതിരി ഓണായി ആണോ പോയി
എവിടെ? ഓ അതാണോ? അത് ഇവിടെ ഇല്ലല്ലോ, നമ്മള് കാഠ്മണ്ഡൂരിലല്ലോ. ഇവിടുത്തെ ഇവിടെ ഉണ്ടാവും ചിലപ്പോ. ആ അതിനനുസരിച്ച് ഇവിടെ മാറ്റാൻ എന്താ വരുന്നത്? അതിൽ നിർത്തി ശരിക്കും കണ്ണില് കറക്റ്റ് ഇത് കാണാൻ കേട്ടോ. നോക്കി സർക്കിള് നോക്കി, കണ്ണ് കിളി പോവോ? ആ കണ്ണു മഞ്ഞളിച്ചു രാജേട്ടാ.
കണ്ണ് മഞ്ഞളിച്ചെന്ന് പറയാം. അത് തുറക്ക്. ഇപ്പൊ ചെറിയ വെച്ചുണ്ട്. സൺഗ്ലാസ് വെച്ച് നോക്കിയാലേ അങ്ങനെ സൂര്യൻ ഫുള്ളായിട്ട് ഉദിച്ചു വന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഈ മുകളിൽ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് താഴെ പൊക്കാറ ലേക്ക് ഇവിടുന്ന് നല്ല വ്യൂ കിട്ടും കേട്ടോ. ദൂരെ നമ്മൾ ഇന്നലെ നടന്നു പോയ ആ തോണികളൊക്കെ ഉള്ള സ്ഥലം വലിയൊരു ലേക്കാണത്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ലേക്കിൽ നിന്ന് കയറി പോകുന്ന മലകളും ആ മലയുടെ സൈഡിലൊക്കെ കുറേ വീടുകളും ബിൽഡിങ്ങുകളും മൊത്തത്തിൽ ഇവിടെ നല്ല വ്യൂ ആണ്. സൂര്യനൊക്കെ ഇപ്പോൾ ഫുള്ള് ഉദിച്ചു വന്നു കേട്ടോ. സൺറൈസ് ഒക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഈ പൊക്രാലിനുള്ള ബിന്ദുവാസിനി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലത്തിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പോൾ ഒരു ഗല്ലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടെമ്പിൾ കാണാൻ പോവാണ്. അപ്പൊ ഇതൊരു അമ്പലത്തിന്റെ സ്ഥലമായത് കാരണം തന്നെ ഇവിടെ അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വണ്ടി വരുമ്പോഴും അവർ ചേച്ചിമാർ പൂക്കളുടെ പാത്രമൊക്കെ എടുത്തിട്ടേ കച്ചവടത്തിന് വേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മളവിടെയൊക്കെ നാടുകളിൽ കാണുന്ന അമ്പലത്തിൽ പോലെയുള്ള കുറേ ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ബുദ്ധ ടെമ്പിളാണ് അല്ലേ? ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്. പക്ഷെ ഇതിലേക്കല്ല, നമ്മളിതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നത്. ഇവിടെ കുറേ മറ്റേ നമ്മുടെ ബുദ്ധ ആൾക്കാരുടെ പ്രാർത്ഥന മന്ത്രം ചെല്ലുമ്പോഴുള്ള ബെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നായിക്കോട്ടെ, പോയേക്കാം. കുറെ സ്റ്റെപ്പ് കയറി വരണം കേട്ടോ അങ്ങോട്ട്. അവിടെ അമ്പലമാണെങ്കിലും ആംബിയൻസ് ഒക്കെ രസമുണ്ട് കേട്ടോ. പിന്നെ കുറേ ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇവിടെ അധികം വരുന്നത്. ഇവിടുന്ന് പിന്നെ എന്താ വെച്ചാൽ ഈ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പുകളായ ഈ അന്നപൂർണ്ണ ഇതൊക്കെ വ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള വ്യൂവും ടവറുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ചെരുപ്പ് കൊടുക്കാനുള്ള സ്ഥലത്ത് ചെരുപ്പ് കൊടുക്കാം. ചെരുപ്പ് കൊടുത്തോ? അവിടെ വെച്ചാൽ മതിയില്ലേ? ഇവിടെ അങ്ങനെ പല രീതിക്കുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഷേപ്പിലൊക്കെ തന്നെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്റ്റാൻഡുകളും ഓക്കെ. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇതിന് മുകളിൽ കയറുന്ന കഴിഞ്ഞാൽ ചുറ്റുപാടത്തേക്ക് നല്ല വ്യൂകളുണ്ട്. അതൊക്കെ പൊക്കാറ ടൗണാട്ടോ. ഫുള്ള് ജനനിബിഡമായ സ്ഥലമാണ്. പൊതുവെ ആ ബാക്കിലെ യെല്ലോ ലൈറ്റ്
പിന്നെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന വെള്ള മലകളൊക്കെ ഹിമാലയത്തിന്റെ ഭാഗാട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടി. അപ്പോൾ ഇവിടെ എന്താ വെച്ചാലേ പൂരി, തൈര്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കറി, പിന്നെ വേറെ വെറൈറ്റി എന്താ പൂരിൻ്റെ ഉള്ളിൽ ജിലേബി വെച്ചുള്ള പരിപാടി ഉണ്ട്. അത് ചെറുതുണ്ട് വലുതുണ്ട്. അങ്ങനെയുണ്ട് ബട്ടൂരാനാ? ആ പൂരിയല്ല ബട്ടൂരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടിപൊളി സാധനമാണ്. അപ്പോൾ അത് നമ്മൾ കഴിക്കട്ടെ. ഗുലാബ് ജാമ് ഇവിടെ ഫുള്ള് മധുരങ്ങളുടെ കളിയാണ്. ഗുലാബ് ജാമ്, പിന്നെ രാവിലെ തന്നെ ഉണ്ട് ജിലേബി, പൂരി, ബട്ടൂര. അതിൻ്റെ ഒക്കെ ഉള്ളിൽ ജിലേബി വെച്ചിട്ട് പൂരിൻ്റെയും ബട്ടൂരും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മസാല കറിയും ഇതൊക്കെ ഉണ്ട്. പിന്നെ സമൂസ ഉണ്ട്. പിന്നെ എന്തുള്ളത് ചാട്ടുണ്ട്. ചാട്ടിൽ എന്തൊക്കെയുള്ളത്? തൈരും മിക്സറും മസാല കറിയില്ലേ? ആ